ഇത് ഭൂലോകം, ഇത് കുട്ടിക്കാനം, ഇത് ഞാൻ വിനീത് മാധവൻ. ഇതെൻ്റെ കഥയാണ്. പക്ഷേ ഇപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ കഥയല്ല. കുട്ടിക്കാനത്ത് നിന്നും 25 കിലോമീറ്റർ അപ്പുറം വാഗമണ്ണിൽ താമസിക്കുന്ന മലയാളത്തിൻ്റെ ഏറ്റവും ജനപ്രിയ സാഹിത്യകാരനും എൻ്റെ ഫേവറേറ്റ് ഹൊറർ നോവലിസ്റ്റുമായ വൈക്കം ഡേവിഡിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ സച്ചിൻ വൈക്കം ഡേവിഡിൻ്റെയും കഥയാണ്. സച്ചിൻ ഡേവിഡ്, മെറ്റൽസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് ഏതൊക്കെയാ? ക്രോമിയം, ഗോൾഡ്, സിൽവർ. ഓ, ഓക്കെ. ദെൻ ഡിഫൈൻ ഇലക്ട്രോപ്ലേറ്റിംഗ്. The process of depositing a layer of desired metal on another by using electricity. ടീച്ചർ, സച്ചിൻ ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. ചെല്ല്. സച്ചിൻ എങ്ങനെയാ? അപ്പനെ പോലെ എഴുതാറുണ്ടോ? കുറച്ചൊക്കെ. ഇത്തവണത്തെ സ്കൂൾ മാഗസിന്റെ തലവേദന എനിക്കാ. മലയാള സെഷനിൽ കിട്ടിയ കഥകളും കവിതകളും കുറച്ച് വീക്കാം. അപ്പോഴും ഞാൻ സച്ചിന്റെ കാര്യം ആലോചിച്ചേ. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതുമ്പോൾ എന്തായാലും മോശമാവില്ലല്ലോ. നോക്കാം ടീച്ചർ. ആ, എന്നോട്ടും വൈകിക്കണ്ട. അടുത്ത ആഴ്ച സബ്മിറ്റ് ചെയ്യാനുള്ളതാ. വേഗം എഴുതിക്കോ. ഓക്കെ ടീച്ചർ. ടീച്ചർ, ചെറുകഥ വേണോ നോവൽ വേണോ? അയ്യോ, അതിനുള്ള സ്പേസ് ഒന്നുമില്ല. ഒരു ചെറുകഥ മതി. മംഗളോ മഞ്ചാടിയാ? മഞ്ചാടി. പീറ്ററേ, മഞ്ചാടി. അയ്യോ, ഞാനെടുത്തോളാം. സാരമില്ല. Devil's Island. ദേ ഇതോടെ ഉണ്ട്. വേണു ചേട്ടാ, നിങ്ങളുടെ ചിൽഡ്രൻസ് മാഗസീനിലെ ഹൊറർ നോവൽ പ്രസിദ്ധീകരിക്കുമോ? അവസാനത്തെ 4-5 പേജ് കുട്ടികൾക്കുള്ള സെക്ഷനാ. ചെറുകഥയാണെങ്കിൽ അവിടെ കൊടുക്കാം. ചെറുകഥ ഞാൻ ഇപ്പൊ സ്കൂൾ മാഗസീനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ കുറച്ച് കാലമായിട്ട് ചിന്തിക്കുന്ന നോവലാ. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതിയാണെങ്കിൽ അതിപ്പോ ഹൊറർ നോവൽ ആണെങ്കിലും മഞ്ചാടി പരിഗണിക്കും. എന്താ നോവലിന്റെ പേര്? കറുത്ത കരങ്ങൾ. കൊള്ളാം ടീച്ചർ. ആഹാ, ബർത്ത്ഡേ ഒക്കെ അവിടെ നിൽക്കട്ടെ. നാളേക്കുള്ളിൽ ആർട്ടിക്കിൾ എഴുതി തന്നില്ലെങ്കിൽ ഞാൻ മാഗസിൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കും കേട്ടോ. ശരി. ഹാപ്പി ബർത്ത്ഡേ. പ്രിന്റ് ചെയ്ത ഫസ്റ്റ് കോപ്പിയാ. താങ്ക് യു ടീച്ചറെ, എനിക്ക് കിട്ടി. കണ്ടോ എൻ്റെ ബുക്ക് റിവ്യൂ? സച്ചിൻ്റെ കഥ ഫസ്റ്റ് ടൈം എന്ന നിലയിൽ ഡെഫിനറ്റ്ലി നല്ലൊരു അറ്റംപ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ സ്കൂൾ മാഗസിനിൽ കൊടുക്കാനുള്ള ഒരു നിലവാരം അതിനില്ല. ചിലപ്പോൾ അടുത്ത കഥ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. അതിനർത്ഥം സച്ചിൻ എഴുതാൻ അറിയില്ലെന്നോ കഥ മോശമാണെന്നോ ഒന്നുമല്ല. കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്താൽ സച്ചിന് നന്നായിട്ട് എഴുതാൻ പറ്റും. കീപ് ട്രൈ. പെർസിവറൻസ് ആണല്ല. അച്ഛൻ്റെ ബുക്കൊക്കെ എടുത്തൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ലേൺ ഫ്രം ദി ബെസ്റ്റ്. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതിയാണെങ്കിൽ അതിപ്പോ ഹൊറർ നോവൽ ആണെങ്കിലും മഞ്ചാടി പരിഗണിക്കും. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതുമ്പോൾ എന്തായാലും മോശമാവില്ലല്ലോ. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതുമ്പോൾ എന്തായാലും മോശമാവില്ലല്ലോ. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതുമ്പോൾ എന്തായാലും മോശമാവില്ലല്ലോ.
മോനൊന്ന് അപ്പന് കൊടുത്തേക്കോ. ഡബിൾ സൈലന്റിന്റെ പ്രിന്റിംഗ് മിസ്റ്റേക്കുള്ള കോപ്പീസാ. ഭാഗ്യത്തിന് കോട്ടയത്തെ ബുക്ക് സ്റ്റോറിൽ നിന്ന് മാത്രമേ സെയിൽസ് പോയിട്ടുള്ളൂ. ഒക്കെ തിരിച്ചെടുത്ത് പുതിയത് പ്രിന്റ് ചെയ്യാൻ പോവാ. ശരി എന്നാ. സച്ചിൻ ദാ. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതുമ്പോൾ എന്തായാലും മോശമാവില്ലല്ലോ. നമ്മുടെ സ്കൂൾ മാഗസിനിൽ കൊടുക്കാനുള്ള ഒരു നിലവാരം അതിലില്ല. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതുമ്പോൾ എന്തായാലും മോശമാവില്ലല്ലോ. അച്ഛന്റെ ബുക്കൊക്കെ എടുത്തൊന്നുകൂടി വായിച്ചു നോക്കാം. വൈക്കം ഡേവിഡ് സാറിന്റെ മകൻ എഴുതുമ്പോൾ എന്തായാലും മോശമാവില്ലല്ലോ. നമ്മുടെ സ്കൂൾ മാഗസിനിൽ കൊടുക്കാനുള്ള ഒരു നിലവാരം അതിലില്ല. നീതുവിന് കൊടുത്തതാ. അപ്പാ, ഞാൻ ഒരു നോവൽ എഴുതി. നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് ഹൊററല്ല, ഹാസ്യ സാഹിത്യമാണ്. നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് ഹൊററല്ല, ഹാസ്യ സാഹിത്യമാണ്. ടീച്ചർ, ചെറുകഥ വേണോ നോവൽ വേണോ? സച്ചിൻ, കഥ തുറക്കൂ. ഒരുപാട് ശ്രമിച്ചു. അപ്പനെ പോലെ എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൻ്റെ കലയില്ലാത്ത കഴിവുകെട്ട മകനായി ജീവിക്കാൻ എനിക്ക് വയ്യ. അല്ലെങ്കിലും നിന്നെ കൊണ്ടതാവില്ല. കാരണം നീ എൻ്റെ മകനാണ്. ഞാൻ എഴുതിയ 232 നോവലുകളിൽ ഒന്നുപോലും എൻ്റെതല്ല. പ്രണയ നൈരാശ്യം കൊണ്ട് തൂങ്ങിച്ചത്ത ഒരു കാമുകയുണ്ടായിരുന്നു എനിക്ക്. CMS കോളേജിലെ എൻ്റെ ബാച്ച്മേറ്റ് അനുരാധ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വീട്ടുകാർ വന്നപ്പോൾ അവളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു, ഒന്നൊഴിച്ച്. അവൾ എഴുതിയ നോവലുകൾ എഴുത്തിലൂടെ പേടിപ്പിക്കാൻ അവൾ മിടുക്കിയായിരുന്നു. ആ നോവലുകളെല്ലാം ഞാൻ എൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചു. നോവലുകളുടെ സ്റ്റോക്ക് തീർന്നപ്പോഴേക്കും കൂലിക്ക് ആളെ വെച്ച് എഴുതിക്കാനുള്ള പേരും പൈസയും എനിക്ക് വന്നു. അങ്ങനെ പട്ടിണി കിടന്ന ശുദ്ധ കലാഹൃദയങ്ങളെ തേടി ഞാൻ ഇറങ്ങി. ഇപ്പൊ നീ വൈകുന്നേരങ്ങളിൽ മംഗളത്തിനും മഞ്ചാടിക്കും കൊടുക്കുന്ന കല പോലും എൻ്റെതല്ല, അതവൻ്റെ, ആ പീറ്ററിൻ്റെ. എന്തായി? ഇനി ഒന്നും പേടിക്കല്ല ഡേവിഡ് സാറേ. കോട്ടയം മഞ്ചാടി ബുക്ക് സ്റ്റോറിൽ നിന്ന് സെയിൽസ് നടന്ന 8 കോപ്പിയും തിരിച്ചു കിട്ടി. മൊത്തം എത്ര കോപ്പി വിറ്റു? 10. ഇനി 2 കൂടിയേ കിട്ടാനുള്ളൂ. ആ 2 നിന്റെ തന്ത പിടുങ്ങിത്തുന്നോ? ഞാൻ പോലും അറിയാതെ പീറ്റർ എനിക്കൊരു സമ്മാനം തന്നു. പ്രിന്റിങ്ങിനായി നിന്നെ ഏൽപ്പിച്ച ഡബിൾ സൈലന്റിന്റെ മാനുസ്ക്രിപ്റ്റിലെ വില്ലൻ എൻ്റെ പേരും നായികയ്ക്ക് അനുരാധയുടെ പേരും അവനിട്ടു. ഇപ്പൊ ഇത് വായിച്ച പ്രായവും പക്വതയുള്ള ആരും എൻ്റെ ജീവചരിത്രം മുഴുവൻ മനസ്സിലാക്കും. അവൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. സത്യം പുറത്തു വന്ന അപ്പൻ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റോമിയോ ആൻഡ് ജൂലിയറ്റ് ആരാണ് എഴുതിയത്? വില്യം ഷേക്സ്പിയർ. ആദർ ബ്രൂക്സിന്റെ ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് റോമിയോസ് ആൻഡ് ജൂലിയറ്റ് എന്ന കവിതയെ ആസ്പദമാക്കി വില്യം ഷേക്സ്പിയർ രചിച്ചതാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന വിഖ്യാതമായ കൃതി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതിനെ സാഹിത്യ ചോരണം അഥവാ കോപ്പിയടി എന്നൊക്കെയാവും വിശേഷിപ്പിക്കുക. മഹാനായ വില്യം ഷേക്സ്പിയറിനെ ഒരു കോപ്പിയടി സാഹിത്യകാരനായി സങ്കല്പിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ കലയ്ക്ക് മുകളിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം അയാളെ മഹാനാക്കുന്നത് അയാൾ നേടിയെടുത്ത റെപ്യൂട്ടേഷനാണ്. തങ്ങളുടെ ഇഷ്ട നോവലിസ്റ്റ് ചതിച്ചു എന്ന് വിശ്വസിക്കാൻ അവർക്കിഷ്ടമല്ല. സൃഷ്ടി നല്ലതാണെങ്കിൽ സൃഷ്ടാവിൻ്റെ പേരിൽ ആരാണോ വരുന്നത് അയാളെ അവർ ആരാധിക്കും. അത് മറ്റൊരാളുടെ കഷ്ടപ്പാടാണെന്ന് കേൾക്കുന്നത് പോലും അവർക്കിഷ്ടമല്ല. റിസൾട്ട് മാത്രമാണ് ഇവിടെ പ്രധാനം. ഹലോ സാറേ, 1 കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. 10 ൽ 9 കിട്ടി.
പോരാ, ഒരു പത്രക്കുറിപ്പ് ഇറക്കണം. സാങ്കേതിക പിഴവ് മൂലം നോവൽ പിൻവലിക്കുന്നു. അടുത്തുള്ള മഞ്ചാരിയുടെ ബുക്ക് സ്റ്റാളിൽ പുസ്തകം തിരിച്ചേൽപ്പിച്ചാൽ വായനക്കാർക്ക് ഇരട്ടി തുക റീഫണ്ടായി കിട്ടും. ശരി സാർ. നോവലിന്റെ ഒരു കോപ്പി പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഓക്കെ സാർ. നിനക്ക് നല്ല ഐക്യമുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ IIT വരെ അഡ്മിഷൻ കിട്ടും. ലോകത്തിൽ എവിടെയും 5 or 6 ഉള്ള ശമ്പളം വാങ്ങി സുഖമായിട്ട് ജീവിക്കാം. ഇനി പറ, എൻ്റെ ഈ നശിച്ച ജീവിതം നിനക്ക് വേണോ? വേണം. ഈ ലോകം എന്നെ അറിയണം, ആരാധിക്കണം. അപ്പനെ പോലെ. അപ്പനെ പോലല്ല, അപ്പനേക്കാൾ വലിയവനാവണം. അതിന് നീ ഇത്ര കഷ്ടപ്പെടണ്ട. നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. നീ കഷ്ടപ്പെടേണ്ടത് നിന്റെ ആർട്ട് ക്രിയേറ്റ് ചെയ്യാനല്ല, നിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ്. സ്വന്തം വില കാക്കുന്നിടത്താണ് നിന്റെ മഹത്വം. നീ ഒരു മഹാനായി കഴിഞ്ഞാൽ നാളെ ചെയ്ത തെറ്റുകൾ പുറത്തു വന്നാൽ പോലും നീ നേടിയെടുത്ത മഹത്വം നിന്നെ സംരക്ഷിക്കും. Chase reputation and greatness will follow. ചത്താലും നീ നിന്റെ വില കളയരുത്. റെപ്യൂട്ടേഷൻ അത് മാത്രമാണ് നിന്റെ ആയുധം.